അപ്പോൾ CPOയുടെ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കേരള പോലീസ് നിയമത്തിലെ 119 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കേരള പോലീസ് നിയമത്തിലെ 119 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 119 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലിരിക്കുന്ന വസ്തുവിൽ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവേശനം അവകാശം നൽകുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 37 അപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലിരിക്കുന്ന വസ്തുവിൽ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവേശനാവകാശം നൽകുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 37. NDPS നിയമത്തിന് എവിടെയെല്ലാം പ്രാബല്യമുണ്ട് എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 1. അപ്പോൾ NDPS നിയമത്തിന് എവിടെയെല്ലാം പ്രാബല്യമുണ്ട് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 1. NDPS നിയമത്തിലെ 68F വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ എന്നിവയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ NDPS നിയമത്തിലെ 68F വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ. ഒരാൾ പോലീസിനെ 10 വയസ്സുള്ള ഒരു കുട്ടി പീഡനത്തിനിരയായി എന്ന തെറ്റായ വിവരം ധരിപ്പിച്ചാൽ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അയാൾക്ക് ശിക്ഷ ലഭിക്കുക? സെക്ഷൻ 22 പ്രകാരമാണ്. അപ്പോൾ ഒരാൾ ഒരു പോലീസിനെ വിളിച്ചിട്ട് 10 വയസ്സുള്ള ഒരു കുട്ടി പീഡനത്തിനിരയായി എന്ന് തെറ്റായ വിവരം ധരിപ്പിച്ചു കഴിഞ്ഞാൽ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അയാൾക്ക് ശിക്ഷ ലഭിക്കുക? സെക്ഷൻ 22 പ്രകാരം. മാധ്യമങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വിശദമാക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 23. അപ്പോൾ മാധ്യമങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ച് പറയുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 23. IT നിയമത്തിലെ 66 വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച്. അപ്പോൾ IT നിയമത്തിലെ 66 വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച്. ഒരു കുറ്റകൃത്യം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 83 വകുപ്പിൻ്റെ പരിധിയിൽ വരണമെങ്കിൽ ആ കൃത്യം ചെയ്ത കുട്ടിയുടെ പ്രായം എത്രയായിരിക്കണം? 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലായിരിക്കണം. അപ്പോൾ ഒരു കുറ്റകൃത്യം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 83 വകുപ്പിൻ്റെ പരിധിയിൽ വരണമെങ്കിൽ ആ കൃത്യം ചെയ്ത കുട്ടിയുടെ പ്രായം എത്രയായിരിക്കണം? 7 വയസ്സിനും 12 വയസ്സിനും ഇടയിലായിരിക്കണം. ഒരു ഡോക്ടർ തൻ്റെ രോഗിയുടെ അസുഖം മാറ്റുന്നതിനായി സർജറി നടത്തുവാൻ തീരുമാനിച്ചു. സർജറിക്കിടയിൽ രോഗി മരിച്ചുപോകാൻ ഇടയുണ്ടെന്ന് അറിയാം. എന്നാൽ രോഗിയെ കൊല്ലണമെന്ന ഉദ്ദേശമില്ലായിരുന്നു. രോഗിയുടെ സമ്മതത്തോടെ സർജറി നടത്തുന്നതിനാൽ രോഗി മരിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ നിരപരാധി ആകുന്നത്? സെക്ഷൻ 88. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 88 ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഡോക്ടർ തൻ്റെ രോഗിയുടെ അസുഖം മാറ്റുന്നതിനായി സർജറി നടത്തുവാൻ തീരുമാനിച്ചു. സർജറിക്കിടയിൽ രോഗി മരിച്ചു പോകുവാൻ ഇടയുണ്ടെന്ന് അറിയാം. എന്നാൽ രോഗിയെ കൊല്ലണമെന്ന ഉദ്ദേശം ഇല്ലായിരുന്നു. രോഗിയുടെ സമ്മതത്തോടെ സർജറി നടത്തുന്നതിനാൽ രോഗി മരിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഡോക്ടർ നിരപരാധിയാകുന്നത്? സെക്ഷൻ 88 പ്രകാരമാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. കേരള പോലീസ് നിയമത്തിലെ 119 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കുള്ള ശിക്ഷ. സ്വകാര്യ വ്യക്തിയുടെ കൈവശത്തിലിരിക്കുന്ന വസ്തുവിൽ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പ്രവേശന അവകാശം നൽകുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 37. NDPS നിയമത്തിന് എവിടെയെല്ലാം പ്രാബല്യമുണ്ട് എന്ന് പറയുന്ന വകുപ്പ് സെക്ഷൻ 1. NDPS നിയമത്തിലെ 68F വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് മരവിപ്പിക്കൽ, കണ്ടുകെട്ടൽ. ഒരാൾ പോലീസിനെ 10 വയസ്സുള്ള ഒരു കുട്ടി ഇരയായി എന്ന് തെറ്റായ വിവരം ധരിപ്പിച്ചാൽ പോക്സോ നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് അയാൾക്ക് ശിക്ഷ ലഭിക്കുക? സെക്ഷൻ 22 പ്രകാരം. മാധ്യമങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ വിശദമാക്കുന്ന പോക്സോ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 23. IT നിയമത്തിലെ 66 വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളെക്കുറിച്ച്. ഒരു കുറ്റകൃത്യം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ 83 വകുപ്പിൻ്റെ പരിധിയിൽ വരണമെങ്കിൽ ആ കൃത്യം ചെയ്ത കുട്ടിയുടെ പ്രായം എത്രയായിരിക്കണം? 7 വയസ്സിനും 12 വയസ്സിനും ഇടയിൽ. ഒരു ഡോക്ടർ തൻ്റെ രോഗിയുടെ അസുഖം മാറ്റുന്നതിനായി സർജറി നടത്തുവാൻ തീരുമാനിച്ചു. സർജറിക്കിടയിൽ രോഗി മരിച്ചു പോകുവാൻ ഇടയുണ്ടെന്ന് അറിയാം. എന്നാൽ തന്നെയും രോഗിയെ കൊല്ലണമെന്ന ഉദ്ദേശം ഇല്ലായിരുന്നു. രോഗിയുടെ സമ്മതത്തോടെ സർജറി നടത്തുന്നതിനിടയിൽ രോഗി മരിച്ചു. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ നിരപരാധിയാകുന്നത്? സെക്ഷൻ 88. IPC സെക്ഷൻ 88 പ്രകാരമാണ്. അടുത്ത ചോദ്യം, പൊതുജല സംഭരണികളിലെ ജലം ഉപയോഗശൂന്യമാക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന IPC വകുപ്പ്
സെക്ഷൻ 277 അപ്പോൾ പൊതുജല സംഭരണികളിലെ ജലം ഉപയോഗശൂന്യമാക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 277 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണെന്ന് പറയുന്ന IPC വകുപ്പ് സെക്ഷൻ 302 അപ്പോൾ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് എന്ന് വിശദീകരിക്കുന്ന IPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 302 അപ്പോൾ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് എന്ന് വിശദീകരിക്കുന്ന IPC വകുപ്പ് സെക്ഷൻ 302. IPC 320 വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാരകമായ മുറിവേൽപ്പിക്കൽ. അപ്പോൾ IPC 320 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാരകമായ മുറിവേൽപ്പിക്കൽ. IPC 363 വകുപ്പ് എന്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്? കുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ IPC 363 വകുപ്പ് എന്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു? തട്ടിക്കൊണ്ടുപോകൽ. CRPC 2A വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ CRPC 2A വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളെക്കുറിച്ച്. വാറണ്ട് എവിടെ നടപ്പിലാക്കണമെന്ന് വിശദീകരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 77 അപ്പോൾ വാറണ്ട് എവിടെ നടപ്പിലാക്കണമെന്ന് വിശദീകരിക്കുന്ന CRPC വകുപ്പ് ഏതാണ്? സെക്ഷൻ 77 ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യയിൽ എവിടെയെല്ലാം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 1 അപ്പോൾ ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യയിൽ എവിടെയെല്ലാം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 1 കേരള പോലീസ് നിയമത്തിലെ 7-ാം വകുപ്പിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? പൗരന്മാർക്ക് കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 7-ാം വകുപ്പ് എന്താണ് പറയുന്നത്? പൗരന്മാർക്ക് കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം. ട്രാഫിക് നിയന്ത്രണത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല വിവരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 61 അപ്പോൾ ട്രാഫിക് നിയന്ത്രണത്തിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല വിവരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 61 കേരള പോലീസ് നിയമത്തിലെ 98-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനത്തെക്കുറിച്ച്. അപ്പോൾ കേരള പോലീസ് നിയമത്തിലെ 98-ാം വകുപ്പ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്പെഷ്യൽ പോലീസ് ഉദ്യോഗസ്ഥർ. NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 28 അപ്പോൾ NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് ഏതാണ്? സെക്ഷൻ 28 NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ സ്ഥല സൗകര്യം നൽകുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 25 അപ്പോൾ NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ സ്ഥല സൗകര്യം നൽകുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 25 പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ തടവ് ശിക്ഷ എന്താണ്? മരണം വരെ നീളാവുന്ന തടവ് ശിക്ഷയാണ്. അപ്പോൾ പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം 16 വയസ്സിനു താഴെയുള്ള കുട്ടിയാണെങ്കിൽ എന്താണ്? മരണം വരെ നീളാവുന്ന തടവ് ശിക്ഷയാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ള പോക്സോ നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 23 അപ്പോൾ പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്കുള്ള നടപടികൾ വിശദീകരിച്ചിട്ടുള്ള വകുപ്പ് ഏതാണ്? അത് സെക്ഷൻ 23 അപ്പോൾ ഒന്നുകൂടി ഇത് ചോദ്യങ്ങൾ പറയാം. പൊതുജല സംഭരണികളിലെ ജലം ഉപയോഗശൂന്യമാക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? അത് IPC സെക്ഷൻ 277 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്താണ് എന്ന് പറയുന്ന വകുപ്പ് ഏതാണ്? IPC സെക്ഷൻ 302 IPC 320-ാം വകുപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മാരകമായ മുറിവേൽപ്പിക്കൽ. IPC 363-ാം വകുപ്പ് എന്തിനുള്ള ശിക്ഷയെക്കുറിച്ച് പറയുന്നു? IPC 363 തട്ടിക്കൊണ്ട് പോകൽ. CRPC 2A വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ. വാറണ്ട് എവിടെ നടപ്പിലാക്കണമെന്ന് വിശദീകരിക്കുന്ന CRPC വകുപ്പ് സെക്ഷൻ 77 ഇന്ത്യൻ തെളിവ് നിയമം ഇന്ത്യയിൽ എവിടെയെല്ലാം ബാധകമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 1 കേരള പോലീസ് നിയമത്തിലെ 7-ാം വകുപ്പിൽ പ്രതിപാദ്യ വിഷയം എന്താണ്? പൗരന്മാർക്ക് കാര്യക്ഷമമായ പോലീസ് സേവനത്തിലുള്ള അവകാശം. ട്രാഫിക് നിയന്ത്രണത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല വിവരിക്കുന്ന കേരള പോലീസ് നിയമത്തിലെ വകുപ്പ് സെക്ഷൻ 61 കേരള പോലീസ് നിയമത്തിലെ 98-ാം വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു?
പ്രത്യേക പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമനത്തെക്കുറിച്ച് പറയുന്നു. NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 28 NDPS നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ സ്ഥല സൗകര്യം നൽകുന്നത് കുറ്റകരമാണ് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 25 പോക്സോ നിയമത്തിലെ 4-ാം വകുപ്പ് പ്രകാരം ഇര 16 വയസ്സിനു താഴെയുള്ള കുട്ടിയാണെങ്കിൽ കൂടിയ തടവ് ശിക്ഷ എന്താണ്? മരണം വരെ നീളാവുന്ന തടവ് ശിക്ഷയാണ്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമങ്ങൾ വിശദീകരിച്ചിട്ടുള്ള പോക്സോ നിയമത്തിലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 23. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ നമ്മൾ നോക്കിയത്.